ആദ്യത്തേത് അഞ്ചുകുഴി വെള്ളച്ചാട്ടമാണ്. എരുമേലിയിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ മാറിയാണ് അഞ്ചുകുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിനകത്തുള്ള ഒരു അമ്പലമാണിത്. ഇതിനു മുന്നിലൂടെയാണ് അഞ്ചുകുഴി വെള്ളച്ചാട്ടം ഒഴുകുന്നത്. 5 സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥജലമായതുകൊണ്ടാവണം ഇതിനെ പഞ്ചതീർത്ഥം എന്നും പറയാറുണ്ട്. 5 അരുവികളും ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് സംഗമിക്കുന്നത്. മകരവിളക്കിനാണ് അമ്പലത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. അടുത്തത് മേലരുവി വെള്ളച്ചാട്ടമാണ്. കാഞ്ഞിരപ്പള്ളി ടൗണിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. കോട്ടയം കുമളി റോഡിൽ കാഞ്ഞിരപ്പള്ളി എത്തുന്നതിന് മുമ്പായി കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പായിട്ട് ഇടത് സൈഡിലേക്ക് താഴേക്കൊരു വഴി കാണാം. അതുവഴി ഒരു 500 മീറ്റർ താഴേക്ക് നടന്നാൽ നമുക്ക് മേലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ ശാന്തമായൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തത് മാർമല വെള്ളച്ചാട്ടമാണ്. കോട്ടയം ജില്ലയിലെ പാലാ ഇരാറ്റുപേട്ട എന്ന സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 30 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഗൂഗിൾ പേ മുതലായ സൗകര്യങ്ങളുമുണ്ട്. മാർമലയിൽ മുമ്പ് വന്നിട്ടുള്ളവർക്കറിയാം, ഇതുപോലത്തെ എൻട്രി സെറ്റപ്പ് ഒന്നും മുമ്പില്ലായിരുന്നു. ഏതാണ്ട് കുറച്ച് മാസം മുമ്പാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വന്നത്. അതിന് കാരണം ഒരുപാട് മരണങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് മാർമല. കഴിവതും അതിശക്തിയായ മഴയുള്ളപ്പോൾ വെള്ളത്തിലിറങ്ങാതിരിക്കുക, പ്രത്യേകിച്ച് മദ്യപിച്ച്. സേഫായി കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. ആ ഏരിയ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ഗാർഡുമാർ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇതേ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ റിബണൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് മുറിച്ചു കടക്കാനോ സാഹസത്തിനോ ഒന്നും നിൽക്കരുത്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മാർമല. അടുത്തത് കട്ടിക്കയം വെള്ളച്ചാട്ടമാണ്. ഇല്ലിക്കൽ കല്ലിനും കണ്ണാടിപ്പാറയ്ക്കും വളരെ അടുത്തുള്ള വലിയ വെള്ളച്ചാട്ടമാണ് കട്ടിക്കയം. ബൈക്കിലും കാറിനും വരുന്നവർക്കൊക്കെ പാർക്ക് ചെയ്യാനും ഇവിടെ സാധിക്കും. ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഉണ്ട്. കാറിനാണെങ്കിൽ 20 രൂപയും ബൈക്കിനാണെങ്കിൽ 10 രൂപയുമാണ് ഫീസ്. ഹെൽമറ്റൊക്കെ ഇവിടെ സുരക്ഷിതമായി ഏൽപ്പിക്കാനും സാധിക്കും. ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. കൈവരിയൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നോക്കിക്കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം താഴേക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നതെന്ന്. അത്രയ്ക്ക് ഡേഞ്ചറാണ്. അങ്ങനെ താഴെ വന്നപ്പോൾ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടം. മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ ഈ ഭംഗി ആസ്വദിച്ച് നോക്കി നിൽക്കുന്നത് തന്നെ ഒരു നേരം പോക്കാണ്. പിന്നെ പ്രധാന കാര്യം, നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നീന്തലറിയാത്തവർ ദയവായിട്ട് നീന്താതിരിക്കുക. അടുത്തത് കടവുപുഴ വെള്ളച്ചാട്ടമാണ്. മൂന്നിലവ് ടൗണിൽ നിന്നും 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇതാണ് റോഡിൽ നിന്നുള്ള വ്യൂ. നമ്മൾ ഇൻസ്റ്റയിൽ നിന്നൊക്കെ കാണുന്ന പൂള് പോലത്തെ ഭാഗം കാണണമെങ്കിൽ ഇതിലേക്കൂടെ അകത്തേക്ക് പോകണം. മഴക്കാലത്ത് ഇറങ്ങരുതെന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വഴുക്കലുള്ള സ്ഥലമാണ്. കയറിപ്പോകുന്ന വഴി അത്രയ്ക്ക് മനോഹരമല്ല. അത് വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള യഥാർത്ഥ കടവുപുഴ വെള്ളച്ചാട്ടം. വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഇവിടെ നേരിട്ട് അനുഭവിച്ചാലേ ആ ഫീല് മനസ്സിലാകത്തുള്ളൂ. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇനി വൈബ് ഫീലും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം എന്തായാലും പറയണം. നീന്തൽ നല്ലവണ്ണം അറിയാവുന്നവർ മാത്രമേ ഇവിടെ ഇറങ്ങാവുള്ളൂ. അത്യാവശ്യമല്ല, നല്ല ആഴമുള്ള വെള്ളച്ചാട്ടമാണിത്. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്തത് അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ്. കോട്ടയം ടൗണിൽ നിന്നും 19 കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം. കൂരുവപ്പട എത്തിയ ശേഷം 3 കിലോമീറ്ററിനുള്ളിലായി വലതുഭാഗത്തായിട്ടാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടമുള്ളത്. 26 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. അടുത്തത് അഞ്ചുമല വെള്ളച്ചാട്ടമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് അഞ്ചുമല വെള്ളച്ചാട്ടം. ഈരാറ്റുപേട്ടയിൽ നിന്ന് 10 കിലോമീറ്ററും ഇല്ലിക്കൽ കല്ലിൽ നിന്ന് 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല പ്രായമായവരെ കൊണ്ടൊക്കെ നിങ്ങൾ വരാതിരിക്കുക. കാരണം ഈ ഇറങ്ങുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറാണ്. കാര്യം ഒന്ന് കാല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് താഴെ കിടക്കും. അമ്മാതിരി വഴിയാണ്. അപ്പോൾ തിരിച്ച് കയറാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രായമായവരെയൊക്കെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് അരുവിക്കാച്ചൽ വെള്ളച്ചാട്ടമാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് അരുവിക്കാച്ചൽ.
പൂഞ്ഞാറിലെ പാതാമ്പുഴ എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം. മുതുകോര മലയുടെ ചെരിവിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളമാണ് പാതാമ്പുഴയിലെ മലയിഞ്ചി പാറയിൽ 82 മീറ്റർ താഴ്ചയിലേക്ക് പതിക്കുന്നത്. അടുത്തത് അരുവിക്കൽ വെള്ളച്ചാട്ടമാണ്. കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടിനടുത്ത് കളത്തൂർ എന്ന സ്ഥലത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ അരുവി ഒഴുകുന്നതിനാലാണ് അരുവിക്കൽ എന്ന് പേര് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഈ അരുവി ഒരു ചെറിയ വെള്ളച്ചാട്ടമായാണ് ഒഴുകി വീഴുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച.